തുടർച്ചയായ ബോട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന മുതലപ്പുഴി അഴിമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ച അത്യാധുനിക റിമോട്ട് കൺട്രോൾഡ് ലൈഫ് ബോയുടെ ആദ്യ പരീക്ഷണ ദൌത്യം പരാജയപ്പെട്ടു. ശക്തമായ ഒഴുക്കിനെ പ്രതിരോധിക്കാനുള്ള ശേഷിക്കുറവും സാങ്കേതിക തകരാറുകളുമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ദൌത്യം പരാജയപ്പെടാൻ കാരണമായത്. ഇന്ന് രാവിലെ 10:30 മുതലപ്പുഴയിൽ ഇതിന്റെ ട്രയൽ റൺ സംഘടിപ്പിച്ചത്. വടക്കേ പുലിമുട്ടിൽ നിന്നും അഴിമുഖ ചാലിലേക്ക് ബോയ നിക്ഷേപിച്ച് തെക്കേ പുലിമുട്ടിന് സമീപം അപകടത്തിൽപ്പെട്ട് കടലിൽ കിടക്കുന്നതായി സങ്കല്പിച്ച് മത്സ്യത്തൊഴിലാളിയെ രക്ഷിച്ച് സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുക എന്നതായിരുന്നു ദൌത്യം. എന്നാൽ കായലിൽ നിന്നും കടലിലേക്കുള്ള അതിശക്തമായ ഒഴുക്കിനെ പ്രതിരോധിച്ച് ആളെയുമായി തിരിച്ചുവരാൻ റിമോട്ട് ബോയയ്ക്ക് സാധിച്ചില്ല. ഇതിനു പുറമെ കടലിലിട്ട മിനിറ്റുകൾക്കകം തന്നെ ബോയയുടെ ബാറ്ററി ചാർജ് 50% കുറയുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട ഒരാളെ വലിച്ച് കരയ്ക്കെത്തിക്കാനുള്ള കൃത്യമായ ശേഷി നിലവിലെ സാഹചര്യത്തിൽ ഈ ഉപകരണത്തിലില്ലെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. PA എംകോ കൺസ്ട്രക്ഷൻ കമ്പനി ഉടമ PM മുനീർ സ്വന്തം ചെലവിലാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് ഈ ഉപകരണം വാങ്ങി നൽകുന്നതിനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ ആദ്യ ശ്രമം ലക്ഷ്യം കാണാതെ പോയതോടെ മുതലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിനായി ഇനി മറ്റെന്തൊക്കെ അത്യാധുനിക മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന ആലോചനയിലാണ് ഹാർബർ വകുപ്പും ഫിഷറീസ് ഉദ്യോഗസ്ഥരും. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.